ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു രസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ 1 സ്പൂണ് തന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. കഴിയുമ്പോൾ ഒരു 10-25 ചെറുള്ളി, 1 കുടം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ വയറൊക്കെ ഇങ്ങനെ ശുദ്ധിയാവാനായിട്ട് ഈ രസം നല്ലതാണ്. നമ്മൾ പരിപ്പൊന്നും ഇടുന്നില്ല കേട്ടോ ഇതിൽ. ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ്. മുളക് പൊടി, മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഉലുവാപ്പൊടി, കായപ്പൊടി, ഇനി ഒരു മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ പൊടിയുടെ പച്ചമണം പോകുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഞാൻ ചേർക്കുന്നത് ഒരു നുള്ളി ഇഞ്ചിയാണ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ചുക്കും അയിമോദവും കൂടി പൊടിച്ചതാണ് ചേർക്കുന്നത്. ചുക്കും അയിമോദവും. ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയറൊക്കെ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ദഹിക്കാതിരിക്കുകയും അങ്ങനെയൊക്കെ വയറിനൊരു അസ്വസ്ഥത തോന്നുമല്ലോ, വയറൊക്കെ നിറഞ്ഞിരിക്കുകയും അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് ഇങ്ങനെ ഒരു രസം ഉണ്ടാക്കിയിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ കുടിച്ചാലും നമ്മുടെ വയറ് നല്ല ക്ലീനാവും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ ഇതുവരെ. ഇടാം. അപ്പോൾ ചെറിയ ചെറിയ വിദ്യകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ആശുപത്രിയിലേക്ക് ഓടണ്ട. ഇത് കഴിച്ചാൽ നമ്മുടെ വയറ് നല്ല സുഖമാണ്. പരിപ്പൊന്നും ചേർക്കരുത് കേട്ടോ. അതൊക്കെ നമ്മൾ ടേസ്റ്റ്. ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു, 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി ഒന്ന് നന്നായി ആവണ വരെ നമ്മളൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തക്കാളി അങ്ങനെ അങ്ങോട്ട് ഉടഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇതിൽ കിടന്നിട്ടൊന്ന് വെന്തോട്ടെ. ഇത് സ്വല്പം പുളിവെള്ളം കൂടി നമുക്ക് ഒഴിക്കണം. നല്ല രസമുള്ള രസമാണിത്. പക്ഷേ ഇതിൽ ഇത്തിരി കൂടി ഒരു ഔഷധ കൂടുതലാണ്. അത് ചുക്കൊക്കെ നന്നായി കഴുകണം കേട്ടോ. കഴുകിയിട്ടൊന്ന് ചതച്ചെടുക്കണം, നന്നായി പൊടിച്ചെടുക്കണം. അയിമോദകം ബെസ്റ്റാണ് വയറിനെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കഴിക്കുമ്പോൾ നമുക്ക് കുറേ വയറിനൊക്കെ ഒരു സുഖം കിട്ടും. നമ്മൾ ഇറച്ചി അങ്ങനെയൊക്കെ കഴിക്കുന്ന നേരത്ത് ഇങ്ങനെ എല്ലാം കൂടി ഉണ്ടെങ്കിൽ വയറിന് ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കി മാറ്റി വെച്ചതാണ്, നാളെ ഉപയോഗിക്കുക എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.